തൃശൂരിൽ അക്കൗണ്ട് തുറന്ന് കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയ വേളയിൽ സുരേഷ് ഗോപി അനാവശ്യ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന പരസ്യ പ്രതികരണങ്ങൾ നടത്തിയതിലാണ് ബി.ജെ.പിയിൽ പ്രതിഷേധം. സത്യപ്രതിജ്ഞയ്ക്കുള്ള തയ്യാറെടുപ്പും അറിയിപ്പും ശനിയാഴ്ച തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടും സുരേഷ് ഗോപി വാർത്തകൾക്ക് വഴിയൊരുക്കി. ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയ അദ്ദേഹം സത്യപ്രതിജ്ഞാ ദിവസം ഉച്ചവരെ കേന്ദ്രമന്ത്രിയാകാനില്ലെന്ന അനിശ്ചിതത്വം സൃഷ്ടിച്ചു. ഞായറാഴ്ച ഡൽഹിക്ക് പോകാനുള്ള ടിക്കറ്റ് ശനിയാഴ്ച തന്നെ തയ്യാറായിരുന്നുവെന്നാണ് ബി.ജെ.പി കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന വിവരം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് ദേശീയ നേതൃത്വത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. എന്നാൽ നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ ഡൽഹിക്ക് പോകാൻ തീരുമാനിച്ച സുരേഷ് ഗോപി പറഞ്ഞത് മോദി വിളിച്ച് നിർബന്ധിച്ചെന്നാണ്. അദ്ദേഹം വിളിച്ചു, നിർബന്ധമായിട്ട് എത്തിയിരിക്കണം എന്ന് പറഞ്ഞു, എത്തുന്നു, ബാക്കിയെല്ലാം ഇനി അവിടെ ചെന്നാൽ. ഇതോടെ തന്നെ ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിൽ അതൃപ്തി പുകഞ്ഞു. ദേശീയ നേതൃത്വത്തെയും കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. പിന്നാലെയാണ് താനുമായി ബന്ധപ്പെട്ടു വരുന്ന വാർത്തകളിൽ മാധ്യമങ്ങളെ പഴിച്ച് സുരേഷ് ഗോപി സോഷ്യൽ മീഡിയയിലൂടെ പരസ്യ പ്രതികരണം നടത്തിയത്. കേന്ദ്രമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങളോട് പ്രതികരിച്ച ഒരു മുതിർന്ന സംസ്ഥാന ഭാരവാഹി വിശദീകരിച്ചത് ഇങ്ങനെയാണ്: ബി.ജെ.പി പോലൊരു പാർട്ടിയിൽ ദേശീയ സംസ്ഥാന അധ്യക്ഷന്മാർക്കുള്ള അധികാരം വളരെ വലുതാണ്. കേന്ദ്രമന്ത്രിയാണെങ്കിലും പാർട്ടിയുമായി സഹകരിക്കാതെ സുരേഷ് ഗോപിക്ക് മുന്നോട്ട് പോകാനാകില്ല. അടിമുടി പാർട്ടിയായ ജോർജ് കുര്യന് കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിച്ചപ്പോൾ അദ്ദേഹം സ്വീകരിച്ച നിലപാടും പ്രതികരണവും സംസ്ഥാന നേതൃത്വവുമായി സഹകരിച്ചു നിന്നതും ബി.ജെ.പി വൃത്തങ്ങൾ ഈ അവസരത്തിൽ ചൂണ്ടിക്കാട്ടുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.